എന്നോട് ചോദിച്ചത്. ഇങ്ങനൊരു മോഡുണ്ടോ നിനക്ക് എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം അത് എൻറ്റയർലി ഡിഫറെൻറ്റ് സിംഗിങ് സ്റ്റൈലും കാര്യങ്ങളാണ്. ഞാൻ ഈ കരച്ചിൽ കഴിഞ്ഞതോടെ അവിടെ പവർ കട്ട് നടന്ന് ഒരു 2 hours കറണ്ട് ഇല്ലായിരുന്നു. അപ്പോഴേക്കും ഞാനൊന്ന് എൻ്റെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ജോളിയായി കളിച്ച് ചിരിച്ച് നടക്കാൻ തുടങ്ങി. ആൾക്കാർ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെന്താ കുട്ടി അഭിനയിച്ചതാണോ, ഇപ്പം കരച്ചിലില്ലല്ലോ, സംസാരിച്ചടി എന്തിനാ കരഞ്ഞ കുട്ടി വെറുതെ. ഇപ്പോൾ ആൾക്കാർക്ക് കുറേ ഞാൻ വലുതായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ മനസ്സിലാവില്ല. ചില ഇൻസ്റ്റാഗ്രാമിൽ പാടുന്ന കുട്ടിയല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിച്ച ആൾക്കാർ വരാറുണ്ട്. ഇപ്പം എൻ്റെ കോളേജിലാണെങ്കിൽ തന്നെ ജൂനിയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇതേപോലെ ഇങ്ങനെ ഞാൻ സൈഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ശ്രേന പോലെ ഇല്ലേ, യെരൂശലേം നായക. മമ്മൂക്കയുടെ എൻട്രി വരുന്നത് ഈ പാട്ടിലാണ്. അതിൽ യേശുവേ എന്ന് പറഞ്ഞൊരു കോറസ് ഭാഗമുണ്ട്. അത് കേൾക്കുമ്പോൾ ശരിക്കും തിയേറ്ററിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഫീൽ തന്നെയായിരുന്നു. അതിലിങ്ങനെ മമ്മൂക്ക ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ പോലീസായിട്ട് ഇങ്ങനെ നടക്കുന്നു, സീനായിരുന്നത്. എംജിങ്ങളല്ല എൻ്റെ കൂടെ പാടി, എൻ്റെ കൂടെ പാടിയിൽ ആലങ്കളാണ്. പ്രാക്ടീസിന് ചെന്ന് എൻ്റെ അടുത്ത് ഒരു 3 പ്രാവശ്യം ആ ഫുൾ സോങ് ഞങ്ങൾ പാടി വെക്കും. ഞങ്ങൾ ഒന്നും കൂടി പാടി നോക്കാം മോളെ, അങ്ങൾക്ക് റെഡി ആയിട്ടില്ല. ഞാൻ പറയും പാടി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഫുൾ സോങ് വീണ്ടും നോക്കും. പിന്നെയും അങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനൊക്കെ ആയിട്ട് ഒന്നും കൂടി നോക്കാം. പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മൾ സ്റ്റേജിൽ പാടി, അത് കഴിഞ്ഞ് എനിക്കൊരു ഉമ്മയൊക്കെ തന്നു. അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്.